വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്ക് വെൽഡിംഗ് മെഷീൻസ് ആൻഡ് ആക്സറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇൻ ദ ആർക്ക് വെൽഡിംഗ് പ്രോസസ്, ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ് ഇലക്ട്രിസിറ്റി, ഹൈ ആംപിയർ, ലോ വോൾട്ടേജ്. ദിസ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദ ആർക്ക് വെൽഡിംഗ് മെഷീൻ വിച്ച് ഈസ് ദ പവർ സോഴ്സ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹൈ ആംപിയർ, ലോ വോൾട്ടേജ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹൈ ആംപിയർ, ലോ വോൾട്ടേജ്. ദിസ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദ ആർക്ക് വെൽഡിംഗ് മെഷീൻ. ഈ ഹീറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് ആർക്ക് വെൽഡിംഗ് മെഷീനാണ്. ഓക്കെ, ആ ആർക്ക് വെൽഡിംഗ് മെഷീൻ്റെ ഫങ്ഷൻസ് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് എ സി ഓർ ഡി സി സപ്ലൈ ഫോർ ആർക്ക് വെൽഡിംഗ്. എ സിയോ ഡി സി സപ്ലൈയോ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ചേഞ്ച് ഹൈ വോൾട്ടേജ് ഓഫ് മെയിൻ സപ്ലൈ ടു ലോ വോൾട്ടേജ് ഹെവി കറണ്ട് സ്യൂട്ടബിൾ ഫോർ ആർക്ക് വെൽഡിംഗ്. ഈ ഹൈ വോൾട്ടേജ് മെയിൻ സപ്ലൈ ആയിരിക്കും നമുക്ക് വരുന്നത്, ഒരു 220, 440 വോൾട്ട്. അതിനെ 100 വോൾട്ട് ആ റേഞ്ചിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു എ സിയിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോ വോൾട്ടേജ് ഹെവി കറണ്ട് സ്യൂട്ടബിൾ ഫോർ ആർക്ക് വെൽഡിംഗ്, ഹെവി കറണ്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റ് ദ റിക്വയർഡ് സപ്ലൈ ഓഫ് കറണ്ട് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സപ്ലൈ ഓഫ് കറണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ആർക്ക് വെൽഡിംഗ് മെഷീൻസിന് പറ്റും. പിന്നെ ബേസിക്കലി ഇത് പവർ സോഴ്സസ് ആർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെൽഡിംഗ് മെഷീൻ, ഡയറക്റ്റ് കറണ്ട് വെൽഡിംഗ് മെഷീൻ. പ്രധാനമായിട്ടും എ സി വെൽഡിംഗ് മെഷീനും ഡി സി വെൽഡിംഗ് മെഷീനുമാണ് പവർ സോഴ്സസിൻ്റെ ബേസിൽ നമുക്ക് രണ്ട് ടൈപ്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു എ സി പവർ സോഴ്സും ഡി സി പവർ സോഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. വേണേൽ ഫിഗറിൽ ഇത് തരാം. ഇതിലെന്ന് പറയുന്നത് എ സി പവർ സോഴ്സിൽ പൊളാരിറ്റി ഇല്ല, വിത്തൗട്ട് പൊളാരിറ്റി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഡി സി പവർ സോഴ്സിൽ വിത്ത് പൊളാരിറ്റി ആണ്, ഡയറക്റ്റ് കറണ്ടാണ്. ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ അവിടെ ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫ്ലോയെ കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ആർക്ക് വെൽഡിംഗ് മെഷീനുണ്ട്, 2 വെൽഡിംഗ് കേബിൾസ് പോകുന്നുണ്ട്. ഒരെണ്ണം ജോബിലേക്ക് എർത്തിങ് ആയിരിക്കും, ഒരെണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഇലക്ട്രോഡാണ്, ഇത് ജോബാണ്. ഇവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ബേസ്മെൻറ്റിൽ മെൽറ്റ് ആവും. ഓക്കെ, പിന്നെ ഇതിന് ഫർദർ ക്ലാസിഫൈ ആയിട്ടുണ്ട് ഈ ഡി സി മെഷീനെയും എ സി മെഷീനെയും. ഡി സി മെഷീൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ്, എൻജിൻ ജനറേറ്റർ സെറ്റ്, റെക്ടിഫയർ സെറ്റ്. ഓക്കെ, എ സി മെഷീൻസിൻ്റെ അണ്ടറിൽ ട്രാൻസ്ഫോമർ സെറ്റ്. ഓക്കെ, എ സി മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇറ്റ് ചേഞ്ചസ് ഓർ റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ 50 to 60 സൈക്കിൾസ് പെർ സെക്കൻഡ്. അതായത് ഒരു 50 ഹെഡ്സ്. ഓക്കെ, സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ്, 50 to 60 ഹെഡ്സ് ആണ് എ സി മെഷീൻസ് ഈ കറണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്യുന്ന ആ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ സി മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പവർ സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നതെന്ന് ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. കറണ്ട് ഫ്ലോസ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ 50 to 60 സൈക്കിൾസ് പെർ സെക്കൻഡ്. അതായത് ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ പവർ സോഴ്സിൽ നിന്ന് ജോബിലേക്കും അവിടെ നിന്ന് തിരിച്ചും ട്രാവൽ ചെയ്യുന്നുണ്ട്. അതാണ് 2 ആരോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ വന്നിട്ട് എ സി പവർ സോഴ്സ് ആണോ ഡി സി പവർ സോഴ്സ് ആണോ എന്ന് ചോദിക്കാം. ഇപ്പം നെക്സ്റ്റ് ഫിഗർ നോക്കാൻ നേരത്ത് ഒരു ആരോയെ കാണത്തുള്ളൂ. ഓക്കെ, ഡി സി മീൻസ് ഡയറക്റ്റ് കറണ്ട്. ഇറ്റ് ഫ്ലോസ് സ്റ്റെഡിലി ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലെ അത് ട്രാവൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്
എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആൻഡ് വെൽഡിംഗ് ജനറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു എ സി വെൽഡിംഗ് മെഷീനാണ് വിച്ച് കൺവേർട്ട് എ സി മെയിൻ സപ്ലൈ ഇൻറ്റു എ സി വെൽഡിംഗ് സപ്ലൈ. ഇപ്പോൾ ഒരു എ സി മെയിൻ സപ്ലൈയെ എ സി വെൽഡിംഗ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ. എ സി മെയിൻ സപ്ലൈ ഹാസ് ഹൈ വോൾട്ടേജ് ലോ ആംപിയർ. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹൈ വോൾട്ടേജ് ലോ ആംപിയർ ആയിരിക്കും നമ്മുടെ മെയിൻ സപ്ലൈയിലുള്ളത്. ഇപ്പോൾ എ സി വെൽഡിംഗ് സപ്ലൈ ഹാസ് ഹൈ ആംപിയർ ലോ വോൾട്ടേജ്. നമുക്ക് വേണ്ടത് ഹൈ ആംപിയർ ലോ വോൾട്ടേജ് ആണ് വെൽഡ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് റെഡ്യൂസ് ദ മെയിൻ സപ്ലൈ വോൾട്ടേജ്. 220 അല്ലെങ്കിൽ 440 വോൾട്ടുള്ള മെയിൻ സപ്ലൈ വോൾട്ടേജിനെ നമുക്ക് വെൽഡിംഗ് വേണ്ടിയിട്ടുള്ള വെൽഡിംഗ് സപ്ലൈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആക്കി മാറ്റും. ബിറ്റ്വീൻ 40 ആൻഡ് 100, 40 മുതൽ 100 വോൾട്ട് വരെ ഇതിനെ കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയുന്ന ടൈമിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. വേണമെങ്കിൽ OCV എന്തുവാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ. ഇറ്റ് ഇൻക്രീസ് ദ മെയിൻ സപ്ലൈ ലോ കറണ്ട് ടു ദ റിക്വയർഡ് ഔട്ട്പുട്ട് വെൽഡിംഗ് കറണ്ട് ഇൻ 100 or 1000 ആംപിയേഴ്സ്. അതായത് ഈ ലോ കറണ്ടിനെ ഔട്ട്പുട്ട് വെൽഡിംഗ് കറണ്ട് ആയിട്ടുള്ള 100 or 1000 റേഞ്ചിലോ ആംപിയർ ആയിട്ട് മാറ്റുന്നു. ഓക്കെ. എ സി വെൽഡിംഗ് മെഷീൻ കനോട്ട് ബി ഓപ്പറേറ്റഡ് വിത്തൗട്ട് എ സി മെയിൻ സപ്ലൈ. അപ്പോൾ ഒരു എ സി വെൽഡിംഗ് മെഷീൻ എ സി മെയിൻ സപ്ലൈ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ നോക്കി വെച്ചേക്കണം ഓരോ മെഷീൻസിൻ്റെ. നമ്മുടെ സിലബസിൽ ഈ മെഷീൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അഡ്വാൻറ്റേജസ് ലെസ് ഇനിഷ്യൽ കോസ്റ്റ് ആണ്, ലെസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്, ഫ്രീഡം ഫ്രം ആർക്ക് ബ്ലോ. ആർക്ക് ബ്ലോയിൽ നിന്ന് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ ആർക്ക് ബ്ലോ എന്താണെന്ന് അറിയണം. ആർക്ക് ബ്ലോ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് വിച്ച് ഡിസ്റ്റർബ്സ് ദ ആർക്ക്, അതിനെയാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് ബ്ലോ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ആർക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അപ്പം ഒരു എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമറിൽ ഇത്രയും കാര്യങ്ങളൊന്നുമില്ല. ഫ്രീഡം ഫ്രം ആർക്ക് ബ്ലോ, ലെസ് മെയിൻ്റെനൻസ് കോസ്റ്റ്, ലെസ് ഇനിഷ്യൽ കോസ്റ്റ്. ഈ ഫ്രീഡം ഫ്രം ആർക്ക് ബ്ലോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഡിസഡ്വാൻറ്റേജ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ വെൽഡിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്, ലൈറ്റ് കോട്ടഡ് ആൻഡ് സ്പെഷ്യൽ ഇലക്ട്രോഡ്സ്. ഇപ്പം നോൺ ഫെറസ് മെറ്റൽസിനെ വെൽഡ് ചെയ്യാനോ ലൈറ്റ് കോട്ടഡ് ആൻഡ് സ്പെഷ്യൽ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്ത് വെൽഡ് ചെയ്യാനോ ഇത് പറ്റില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ വെൽഡിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്, ലൈറ്റ് കോട്ടഡ് ആൻഡ് സ്പെഷ്യൽ ഇലക്ട്രോഡ്സ്. The AC cannot be used without special safety precaution. സ്പെഷ്യൽ സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാതെ നമുക്ക് AC യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. പ്രൈമറി വൈൻഡിങ് കൂടുതലായിരിക്കും, സെക്കൻഡറി വൈൻഡിങ് കുറവായിരിക്കും. അതിൻ്റെ ലീഡ് ഒരെണ്ണം എർത്തിലേക്കും ഒരെണ്ണം റെഗുലേറ്ററിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഇവിടെ ആയിരിക്കും മെയിൻ സപ്ലൈ വരുന്നത് AC. ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ കറണ്ട് റെഗുലേറ്ററാണ്. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിനും കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ടുള്ളതാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ ആംപിയർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫൈൻ റെഗുലേറ്ററും, ഇപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴ്സും യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് DC ആർക്ക് വെൽഡിംഗ് മെഷീനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോട്ടോർ ജനറേറ്റർ സെറ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് DC ഫോർ ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള DC ജനറേറ്റ് ചെയ്യുന്നതാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ്. ദ ജനറേറ്റർ ഈസ് ഡ്രിവൺ ബൈ AC ഓർ DC മോട്ടോർ. അപ്പോൾ ഈ ജനറേറ്ററിനെ ഡ്രിവൺ ചെയ്യുന്നത് AC-യിലാകാം DC-യിലാകാം. മെയിൻ സപ്ലൈ ഈസ് എ മസ്റ്റ് ടു റൺ ദ മെഷീൻ.
അപ്പോൾ ഒരു മെയിൻ സപ്ലൈ ഇത് വേണം, എങ്കിൽ മാത്രമേ നമുക്കിതിനെ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു AC മെയിൻ സപ്ലൈ കൊടുക്കും, ഇത് ഔട്ട് വരുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ പൊളാരിറ്റി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, കറണ്ട് റെഗുലേറ്ററാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കൺട്രോൾ ഉണ്ട്, വെൽഡിംഗ് ലീഡ് എർത്ത് ലീഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻജിൻ ജനറേറ്റർ സെറ്റാണ്. Equipment is similar to motor generator set except that the generator is driven by petrol or diesel engine. ഇവിടെ എന്ന് പറയുന്നത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ കൊണ്ടായിരിക്കും ഇതിനെ ഡ്രിവൺ ചെയ്യുന്നത്. ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ചാർജസ് ആർ ഹയർ. നോട്ട് ചെയ്ത് വെച്ചേക്കണം. പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റണ്ണിങ് മെയിൻ്റെനൻസ് ചാർജ് ഹയർ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ ദ ഫീൽഡ് അവേ ഫ്രം ഇലക്ട്രിക് ലൈൻസ്. ഇതെന്ന് പറയുന്നത് PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം ഇലക്ട്രിക് ലൈൻസിന് അവേ ആയിട്ട് നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റും എൻജിൻ ജനറേറ്റർ സെറ്റ്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് റണ്ണിങ് കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലായിരിക്കും. കാരണം പെട്രോളും ഡീസൽ എൻജിനും വെച്ചിട്ടാണ് ഈ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് റെക്ടിഫയർ സെറ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ഇൻറ്റു DC വെൽഡിംഗ് സപ്ലൈ. അപ്പോൾ നമ്മൾ റെക്ടിഫയറിനെ കുറിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. റെക്ടിഫയർ എന്ന് പറയുന്നത് AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു മെഷീനാണ്. ബേസിക്കലി ഇറ്റ് ഈസ് ആൻ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആണ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് കണക്റ്റഡ് വിത്ത് റെക്ടിഫയർ ടു ചേഞ്ച് ദ AC ഇൻറ്റു DC. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് കണക്റ്റഡ് വിത്ത് റെക്ടിഫയർ ടു ചേഞ്ച് ദ AC ഇൻറ്റു DC. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു റെക്ടിഫയർ വെച്ചിട്ടുണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഡിസൈൻ ടു സപ്ലൈ ബോത്ത് AC ആൻഡ് DC. അപ്പോൾ നമുക്ക് അവിടെ റെക്ടിഫയർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഔട്ട്പുട്ടായിട്ട് AC കിട്ടും. ഓക്കെ, അപ്പം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോത്ത് AC ആൻഡ് DC സപ്ലൈ കിട്ടുന്ന രീതിയിലാണ്. കറണ്ട് ഫോർ വെൽഡിംഗ്, AC ആൻഡ് DC കറണ്ട് ഫോർ വെൽഡിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ AC DC റെക്ടിഫയർ സെറ്റ് എന്നും പറയുന്നുണ്ട്. ഈ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കണം, AC DC റെക്ടിഫയർ സെറ്റ്. suitable for welding all ferrous and non-ferrous metals using all types of electrodes. ഇപ്പോൾ ഇത് അഡ്വാൻറ്റേജ് ആണ്. ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇലക്ട്രോഡ് ആൻഡ് ജോബ് ഡ്യൂ ടു പൊളാരിറ്റി ഇൻ ദ വെൽഡിംഗ് കറണ്ട് സപ്ലൈസ് കോൺസ്റ്റൻറ്റ് മെയിൻ ലോഡ് ആൻഡ് ആക്യുറേറ്റ് കറണ്ട് സെറ്റിംഗ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇലക്ട്രോഡാണ്. ആൻഡ് ജോബ് ഡ്യൂ ടു പൊളാരിറ്റി മൂലം ജോബിലും ഇലക്ട്രോഡിലും ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. വെൽഡിംഗ് കറണ്ട് സപ്ലൈസ് കോൺസ്റ്റൻറ്റ് മെയിൻ ലോഡ് ആൻഡ് ആക്യുറേറ്റ് കറണ്ട് സെറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് എൻഷുർ സേഫ് വർക്കിംഗ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും, മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ട്രബിള് ഫേസ് ചെയ്യും. അപ്പം ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ട്രബിൾ ഇല്ലാഞ്ഞത് എവിടെയായിരുന്നു? അതെന്ന് പറയുന്നത് നമ്മുടെ AC ട്രാൻസ്ഫോമർ സെറ്റിലായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പൊളാരിറ്റി എന്ന് പറയുന്ന കേസാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ്. റിവേഴ്സ് പൊളാരിറ്റിയും സ്ട്രേറ്റ് പൊളാരിറ്റിയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നോക്കാം. പൊളാരിറ്റി ഇൻ DC പവർ സോഴ്സ്. പൊളാരിറ്റി ഓഫ് എ മെഷീൻ റെഫേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. വേണമെങ്കിൽ അവർ സിമ്പിളായിട്ട് അത് ചോദിക്കാം, എന്താണ് പൊളാരിറ്റി എന്ന് ചോദിക്കുക. അതെന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. പൊളാരിറ്റി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ DC. ഇമ്പോർട്ടൻ്റ് ആണ്, DCയിൽ മാത്രമേ ഈ പൊളാരിറ്റി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. പൊളാരിറ്റി മേ ബി സ്ട്രൈറ്റ് ഓർ റിവേഴ്സ്. പൊളാരിറ്റി സ്ട്രൈറ്റും ആകാം, റിവേഴ്സ് ആകാം. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ ശ്രദ്ധിക്കണം,
ഫിഗറിൽ എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, വെൻ ദ ഇലക്ട്രോഡ് കേബിൾ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. ഇപ്പം വെൽഡിംഗ് മെഷീൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് നമ്മുടെ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് പൊളാരിറ്റി ഓർ റിവേഴ്സ് പൊളാരിറ്റി. അപ്പോൾ അതിനെ പോസിറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഇപ്പം തിരിഞ്ഞു പോകരുത്. ഇപ്പം എർത്ത് കേബിൾ എന്ന് പറയുന്നത് ജോബുമായിട്ട്, അതായത് നെഗറ്റീവ് ടെർമിനലിൽ ആണ് ജോബ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് പൊളാരിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒന്നിൻ്റെ ബേസിൽ പഠിക്കുക. ഓക്കെ, ഇലക്ട്രോഡ് കേബിൾ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് പൊളാരിറ്റി എന്നും അതിനെ തന്നെയാണ് റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയുന്ന കാര്യം ഓർക്കുക, മാറിപ്പോകരുത്. ഓക്കെ, സ്ട്രൈറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത് വെൻ ദ ഇലക്ട്രോഡ് കേബിൾ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ, അതായത് ഈ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്ന് പറയും. ഓക്കെ, ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് ഇത് ഏത് പൊളാരിറ്റി ആണെന്ന് ചോദിക്കാം. പിന്നെ നോക്കേണ്ട ഒരു പ്രത്യേകത, എ സി സപ്ലൈക്ക് ഈ പൊളാരിറ്റി എന്ന് പറയുന്നില്ല, കാരണം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ DCR കൺസിസ്റ്റ് ഓഫ് 2/3 ഹീറ്റ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഈ DCRക്കിൽ 2/3 ഹീറ്റ് ജനറേറ്റ് ചെയ്തത് പോസിറ്റീവ് ടെർമിനലായിരിക്കും. ഓക്കെ, അതായത് 66%. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് 1/3 ഹീറ്റ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിലായിരിക്കും 1/3 ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് 33%. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പൊളാരിറ്റിയിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആർക്ക് ലെങ്ത് ആൻഡ് ഇറ്റ്സ് എഫക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമുക്കൊരു ഇലക്ട്രോഡ് ഉണ്ട്, ഓക്കെ, പിന്നെ ഒരു വർക്ക് സർഫസ് ഉണ്ട്. അതിനിടക്കായിരിക്കും നമ്മുടെ ഒരു ആർക്ക് ഫോം ചെയ്യുന്നത്. ആ ആർക്ക് ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബേസ് മെറ്റൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ജോബ് സർഫസ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇലക്ട്രോഡിൻ്റെ ടിപ്പും ആ ജോബ് സർഫസും ആയിട്ടുള്ള ആ സ്ട്രൈറ്റ് ഡിസ്റ്റൻസിനെയാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ആർക്ക് ഫോം ചെയ്യാൻ നേരത്തുള്ളൂ. ദർ ആർ 3 ടൈപ്സ് ഓഫ് ആർക്ക് ലെങ്ത്. ഒന്ന് നോർമൽ, 2 ലോങ്, 3 ഷോർട്ട്. ഈ മൂന്നും അറിഞ്ഞിരിക്കണം. അതിൻ്റെ എഫക്റ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, നോർമൽ ആർക്ക് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ട്രോഡിൻ്റെ കോർ വയർ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ ഈ ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ അതിനെ നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറയും. കറക്റ്റ് ആർക്ക് ലെങ്ത് ഓർ നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ ഓഫ് ദ ഇലക്ട്രോഡ്. കോർ വയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ ചുറ്റും ഒരു ഫ്ലെക്സ് കോട്ടിങ് കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടത്തില്ല, ഈ കോർ വയറിൻ്റെ ഡയമീറ്റർ മാത്രം നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ലോങ് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഈസ് മോർ ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്ററിനെ കാട്ടി കൂടുതലാണെന്ന് അർത്ഥം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ, ഈ ഡിസ്റ്റൻസ് ഈ ഡയമീറ്ററിനെ കാട്ടി കൂടുതലാണ്. അപ്പം അത്തരം ഉള്ള ആർക്ക് ലെങ്തിനെ പറയുന്നവരാണ് ലോങ് ആർക്ക് ലെങ്ത്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഈസ് മോർ ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ ഇറ്റ് ഈസ് കോൾഡ് ലോങ് ആർക്ക്. അടുത്തത് ഷോർട്ട് ആർക്ക് ലെങ്ത് ആണ്. ഷോർട്ട് ആർക്ക് ലെങ്ത് എന്ന് പറയാൻ നേരത്ത് ഇതിൽ കുറവായിരിക്കും, ഡയമീറ്ററിനെ കാട്ടി കുറവായിരിക്കും നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഈസ് ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ആർക്ക്. ആ ഫിഗർ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ചിലപ്പോൾ ഇവർ ഫിഗർ വെച്ച് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഫിഗർ ഏകദേശം എല്ലാം ഒരേപോലെ ഇരിക്കും. പിന്നെ ആ ലോങ് ആർക്ക് ലെങ്ത് നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എഫക്ട്സ് ഓഫ് ആർക്ക് ലെങ്ത്, ഇത് PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ലോങ് ആർക്ക് മേക്സ് എ ഹമ്മിങ് സൗണ്ട്. ലോങ് ആർക്ക് എന്ന് പറയുന്നത് ഹമ്മിങ് സൗണ്ട് ആയിരിക്കും തരുന്നത്. ഓക്കെ, ദ ആർക്ക് ഈസ് അൺസ്റ്റേബിൾ ആണ്, കോസസ് ഓക്സിഡേഷൻ ഓഫ് ദ വെൽഡ് മെറ്റൽ. വെൽഡ് മെറ്റലിന് ഓക്സിഡേഷൻ കാരണമാവും. ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ പുവർ ആണ് ഇവിടെ. പുവർ കൺട്രോൾ ഓഫ് ദ മോൾട്ടൺ മെറ്റൽ. മോൾട്ടൺ മെറ്റലിന് പുവർ കൺട്രോൾ ആണുള്ളത്.
ക്രിയേറ്റ്സ് മോർ സ്പാറ്റേഴ്സ് റിസൾട്ടിങ് ഇൻ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രോഡ് മെറ്റൽ. ഇതെന്ന് പറയുന്നത് സ്പാറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് കാരണം എന്ത് സംഭവിക്കും? ഈ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രോഡ് മെറ്റൽ ഉണ്ടാവും. അപ്പോൾ ഈ എഫക്ട്സ് ഓഫ് ആർക്ക് ലെങ്ത് നോക്കി വെച്ചേക്കണം. ഇപ്പോൾ ഈ ലോങ് ആർക്കിൻ്റെ കേസിൽ ഹമ്മിങ് സൗണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹമ്മിങ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആർക്ക് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ഓക്സിഡേഷൻ ഓഫ് ദ വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകും. പിന്നെ ഫ്യൂഷൻ ആൻഡ് പെൻട്രേഷൻ ആൻഡ് പുവർ കൺട്രോൾ ഓഫ് ദ മോൾട്ടൺ മെറ്റൽ ക്രിയേറ്റ്സ് മോർ സ്പാറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രോഡ് മെറ്റൽ ഉണ്ടാകും. ഇത് പിന്നെയും പറയാനുള്ള കാരണം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് എ പോപ്പിംഗ് സൗണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ രീതിയിൽ ചോദിക്കാം. പോപ്പിംഗ് സൗണ്ട് ഉണ്ടാകുന്നത് ഷോർട്ട് ആർക്കിലാണ്. ഇലക്ട്രോഡ് ടു മെൽറ്റ് സ്ലോലി ആൻഡ് ട്രൈ ടു ഫ്രീസ് ദ ജോബ്. ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോഡിനെ മെൽറ്റ് ചെയ്യുന്നത് സ്ലോലി ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീസ് ദ ജോബ്, ആ ജോബിനെ ഫ്രീസ് ആക്കി കളയും. ഓക്കെ, ബേസ് മെറ്റൽ എന്തായാലും മെൽറ്റ് ആയിട്ടിരിക്കണമല്ലോ, അതിനെ ഇത് സ്ലോ ആക്കി കളയും. ഹയർ മെറ്റൽ ഡെപ്പോസിഷൻ വിത്ത് നാരോ വിത്ത് ബെഡ്. ഹയർ ഡെപ്പോസിഷൻ കാണും വെൽഡ് മെറ്റലിൻ്റെ. പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയും വിട്ട് വേണ്ടെടുത്ത് ചിലപ്പോൾ ഈ സൈസിലായിരിക്കും വെൽഡ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ലെസ് പാറ്റേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഫ്യൂഷനും പെനട്രേഷനും ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ലെസ് പാറ്റേഴ്സ് ഉണ്ടാകുന്നത് ഷോർട്ട് ആർക്കിലാണെന്ന് ഓർത്തിരിക്കുക. മോർ പാറ്റേഴ്സ് ഉണ്ടാകുന്നത് ലോങ് ആർക്കിലാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് നോർമൽ ആർക്കാണ്. ഈ നോർമൽ ആർക്കിൽ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആർക്കായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റഡി ഷാർപ്പ് ക്രാക്ലിംഗ് സൗണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇലക്ട്രോഡ് ബേൺ ചെയ്യുന്നത് ഈവൻലി ആയിരിക്കും. ലെസ് പാറ്റേഴ്സ് ആയിരിക്കും. കറക്റ്റ് ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. സൈസ് ഓഫ് മെറ്റൽ ഡെപ്പോസിഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഡെപ്പോസിഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നോർമൽ ആർക്കാണ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റേബിൾ ആർക്ക് പ്രൊഡ്യൂസസ് സ്റ്റഡി ഷാർപ്പ് ക്രാക്ലിംഗ് സൗണ്ട്. ഈ സൗണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലോങ്ങിന് ഹമ്മിങ് സൗണ്ട് ആയിരുന്നു, ഷോർട്ടിന് പോപ്പിംഗ് സൗണ്ട് ആയിരുന്നു, നോർമലിന് ക്രാക്ലിംഗ് സൗണ്ട് ആയിരുന്നു. പിന്നെ ഈ നോർമലിൽ ഇലക്ട്രോൺ ബേൺ ചെയ്യുന്നത് ഈവൻലി ആണ്. ലെസ് പാറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. കറക്റ്റ് ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. സൈസ് ഓഫ് ദ മെറ്റൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് അറിയേണ്ടത് ഫോൾട്ട്സ് ഇൻ ആർക്ക് വെൽഡിംഗ് ആണ്. ഇപ്പോൾ ഒരു വെൽഡിൽ ഓരോ ഡിഫക്റ്റ് ഉണ്ട്. ഓക്കെ, വെൽഡ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആൻ ഇംപെർഫെക്ഷൻ ഇൻ ദ വെൽഡിലുണ്ടാകുന്ന ഒരു ഇംപെർഫെക്ഷൻ ആണ് വിച്ച് റിസൾട്ടിങ് ഇൻ ലോസ് ഓഫ് സ്ട്രെങ്തിന് കാരണമാകും. അപ്പോൾ അതിനെ വെൽഡ് ഫോൾട്ട് അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്നും പറയും. വെൽഡ് ഫോൾട്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് വിസിബിൾ ഫോൾട്ട് എന്നും ഇൻവിസിബിൾ ഫോൾട്ട് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ആയിട്ടുണ്ട്. ഡിഫക്റ്റീവ് വെൽഡ് ക്യാൻ റിസൾട്ട് ഇൻ ഗ്രേവ് ഡാമേജ് ടു മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഡിഫക്റ്റീവ് വെൽഡ് എന്ന് പറയുന്നത് മെറ്റീരിയലിനും മെന്നിനും ഡാമേജ് വരുത്തും. കാരണം നമ്മുടെ വർക്ക് ലേബറും മെറ്റീരിയലുമാണ് അവിടെ വേസ്റ്റായി പോകുന്നത്. ഓക്കെ, പിന്നെ വിസിബിൾ ഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് വെൽഡ് സർഫസിൽ കാണാൻ പറ്റുന്നതിനാണ് വിസിബിൾ ഫോൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ലാഗ് ഇൻക്ലൂഷൻ വെൽഡ് മെറ്റലിൻ്റെ മുകളിൽ കാണുന്നു, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ ബ്ലോ ഹോള് വെൽഡ് സർഫസിൻ്റെ മുകളിൽ കാണുന്നു, അത് കാണാം. പിന്നെ സ്പാറ്റേഴ്സ് വർക്ക് സർഫസിൽ അവിടെ ഇവിടെയായിട്ട് തെറിച്ചിരിക്കുന്ന സ്പാറ്റേഴ്സ്. പിന്നെ അണ്ടർകട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു ചാനൽ ഇവിടെ ഉണ്ടാകുന്നതിനാണ് അണ്ടർകട്ട് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രേ ആർക്ക്, ചെറിയ ഇത് സ്പാറ്റേഴ്സ് തരി പോലെയാണ്, ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ഇതായിട്ടാണ് വരുന്നത് സ്ട്രേ ആർക്ക്. ഓക്കെ, ഇതൊക്കെയാണ് വിസിബിൾ ഡിഫക്റ്റിൽ വരുന്നത്. ഇൻവിസിബിളിലും ഇതൊക്കെ തന്നെ വരാറുണ്ട്. ഇപ്പോൾ ഇൻവിസിബിൾ നോക്കാൻ നേരത്ത് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പം പോറോസിറ്റി സ്ലാഗ് ഇൻക്ലൂഷൻ തന്നെ ഉള്ളിൽ വരുന്നു. പിന്നെ ഒരു ക്രേറ്റർ ഉയർന്നൊക്കെ കേട്ടില്ലേ, ക്രേറ്റർ. പിന്നെ ബ്ലോ ഹോൾസ് ഉള്ളിൽ വരുന്നു. പിന്നെ ഗ്യാസ് പൈപ്പ് ഹോള്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെൽഡിങ് ഡിഫക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസസ് നമുക്ക് ആ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആർക്ക് വെൽഡിങ് ആക്സസറീസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് വെൽഡിങ് ആക്സസറീസ് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. പക്ഷെ അതുകൂടാതെ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇപ്പം ആർക്ക് വെൽഡിങ് ആക്സസറീസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ ആണ്. ഇതെന്ന് പറയുന്ന ഒരു ക്ലാമ്പിംഗ് ഡിവൈസ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രിപ്പ് ആൻഡ് മാനിപ്പുലേറ്റ് ഇലക്ട്രോഡ് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡിങ് സമയത്ത് നമുക്ക് ഇലക്ട്രോഡ് ഇവിടെ വെക്കണം. അതിനെ ഹോൾഡ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോഡ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ് വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബെറ്റർ ആണ് ഈ കോപ്പറിനും കോപ്പർ അലോയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഫിഗർ തന്നിട്ട് ഏതാണ് ഈ ഐറ്റം എന്ന് ചോദിക്കും. എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡറാണ്. പിന്നെ ഇതിൻ്റെ പാർഷ്യലായിട്ട് ഫുള്ളി ഇൻസുലേറ്റഡ് ആയിരിക്കും ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. വേരിയസ് സൈസസിൽ അവൈലബിൾ ആണ്. ആംബിയറിൻ്റെ റേഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. 200, 300, 500 ആംബിയർ. നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കണക്റ്റഡ് ടു ദ വെൽഡിംഗ് മെഷീൻ ബൈ എ വെൽഡിംഗ് കേബിൾ. അപ്പോൾ വെൽഡിംഗ് മെഷീനിലേക്ക് ഇലക്ട്രോഡ് ഹോൾഡർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വെൽഡിംഗ് കേബിൾ വെച്ചിട്ടാണ്. അടുത്ത് പഠിക്കാനുള്ളത് എർത്ത് ക്ലാമ്പാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വെൽഡ് ക്ലാമ്പ്, ഇറ്റ് ഈസ് എർത്ത് ക്ലാമ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ എർത്ത് കേബിൾ ഫാമിലി ടു ദ ജോബ് ഓർ വെൽഡിംഗ് കേബിൾ. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് കേബിളിനെ ജോബിലേക്കോ വെൽഡിംഗ് ടേബിളിലേക്കോ ഫേമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എർത്ത് ക്ലാമ്പ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് കോപ്പർ ഓർ കോപ്പർ അലോയ്സ്. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ്സ് വെച്ചാണ്. പിന്നെ ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സ്ക്രൂ ഓർ സ്പ്രിംഗ് ലോഡർ. വേരിയസ് സൈസസിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ റേഞ്ച് തന്നെയാണ് ആംബിയർ. 200, 300, 500 ആംബിയർ. ഇപ്പോൾ ഈ ഫിഗർ ചോദിച്ചിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് സ്ക്രൂ ക്ലാമ്പ് ആണെന്ന് ഓർക്കുക. ഇതെന്ന് പറയുന്നത് സ്പ്രിംഗ് ലോഡർ ക്ലാമ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽഡിംഗ് കേബിൾസ് ആണ്. ഓക്കെ, ദീസ് ആർ യൂസ്ഡ് ടു ക്യാരി ദ വെൽഡിംഗ് കറണ്ട് ഫ്രം ദ വെൽഡിംഗ് മെഷീൻ ടു ദ വർക്ക് ആൻഡ് ബാക്ക്. അപ്പം വെൽഡിംഗ് മെഷീനിൽ വെൽഡിംഗ് കറണ്ട് ക്യാരി ചെയ്യാനും തിരിച്ച് കൊണ്ടുപോകാനുമായിട്ടാണ് നമ്മൾ ഈ വെൽഡിംഗ് കേബിൾ അല്ലെങ്കിൽ ലീഡ്സ് യൂസ് ചെയ്യുന്നത്. ദ ലീഡ് ഫ്രം ദ വെൽഡിംഗ് മെഷീൻ ടു ദ ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കോൾഡ് ഇലക്ട്രോഡ് കേബിൾ. അപ്പോൾ വെൽഡിംഗ് മെഷീനിൽ നിന്നുള്ള ഇലക്ട്രോഡ് ഹോൾഡറിലേക്കുള്ള ആ ലീഡിനെ പറയുന്ന പേര് ഇലക്ട്രോഡ് കേബിൾ എന്നാണ്. ലീഡ് ഫ്രം ദ വർക്ക് ഓർ ജോബ് ത്രൂ ദ എർത്ത് ക്ലാമ്പ് ടു വെൽഡിംഗ് മെഷീൻ ഈസ് കോൾഡ് എർത്ത് കേബിൾ. അപ്പോൾ എർത്ത് ക്ലാമ്പിലേക്കുള്ള ആ ലീഡിനെ പറയുന്ന പേര് എർത്ത് കേബിൾ എന്നാണ്. ഓക്കെ, കേബിൾസ് ആർ മെയ്ഡ് ഓഫ് സൂപ്പർ ഫ്ലെക്സിബിൾ റബ്ബർ ഇൻസുലേഷൻ ഹാവിങ് എ ഫൈൻ കോപ്പർ വയർ ആൻഡ് വോവൻ ഫാബ്രിക് റീഇൻഫോഴ്സിങ് ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കേബിൾ എന്ന് പറയുന്നത് അതിൽ കോപ്പർ വയർ തന്നെയാണ് കറണ്ട് ക്യാരിങ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതിന് ചുറ്റുമായിട്ട് ഫാബ്രിക് റീഇൻഫോഴ്സിങ് ലെയേഴ്സ് ഉണ്ട്, വോവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റബ്ബർ കൊണ്ടാണ്, ഫ്ലെക്സിബിൾ റബ്ബർ വെച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഫിഗർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വെൽഡിംഗ് കേബിൾ ആണ് അല്ലെങ്കിൽ ലീഡാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. വെൽഡിംഗ് കേബിൾസ് ആർ മെയ്ഡ് ഇൻ വേരിയസ് സൈസസ്. വേരിയസ് ക്രോസ് സെക്ഷനിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആംബിയറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് 300, 400, 600 ആണ്. ഓക്കെ, അവിടെ എന്ന് പറയുന്നത് 200, 300, 500 ആംബിയർ ആയിരുന്നു. ഇവിടെ 300, 400, 600 ആംബിയർ ആണ്. പിന്നെ സെയിം സൈസ് വെൽഡിംഗ് കേബിൾസ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ ഇലക്ട്രോഡ് ആൻഡ് ജോബ്. ഇപ്പോൾ ഇലക്ട്രോഡിനും ജോബിനും സെയിം സൈസ് വെൽഡിംഗ് കേബിൾസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കേബിൾ കണക്ഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് സ്യൂട്ടബിൾ കേബിൾ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഈ കേബിൾ കണക്ഷൻ എന്ന് പറയുന്നത് സ്യൂട്ടബിൾ കേബിൾ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് മെയ്ഡ് ചെയ്തിരിക്കണം. അതാണ് താഴത്ത് കാണിച്ചിരിക്കുന്നത് ലെഗ്സ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ലെഗ്സ് ഫോർ വെൽഡിംഗ് ലീഡ്സ്. ഇപ്പോൾ ഈ ലെഗ്സ് ആയിരിക്കും നമ്മുടെ വെൽഡിംഗ് മെഷീനിലേക്ക് അല്ലെങ്കിൽ എർത്ത് ക്ലാമ്പിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ദ 3 സൈസ് വിൽ ഫിറ്റ് കേബിൾസ് ഫ്രം 5 to 40. ദേ മേ ബി കണക്റ്റഡ് ടു ദ ലീഡ് ബൈ സോൾഡറിങ് ഓർ മെക്കാനിക്കൽ ക്രിമ്പിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സോൾഡർ ചെയ്തോ മെക്കാനിക്കൽ ക്രിമ്പിങ് വഴിയോട്ടോ കണക്ട് ചെയ്യും. ഇപ്പോൾ നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് നമുക്കത് ഫിറ്റ് ചെയ്യാം. സ്പാനർ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് ആ ലീഡിൽ കണക്ട് ചെയ്യാൻ പറ്റും ഈ ലെഗ്സ്. പിന്നെ ലൂസ് ജോയിൻറ്റ്സ് ഓർ ബാഡ് കോണ്ടാക്ട്സ് കോസ് ഓവർ ഹീറ്റിംഗ് ഓഫ് ദ കേബിൾസ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ നേരത്ത് ലൂസ് ജോയിൻറ്റോ ബാഡ് കോണ്ടാക്റ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേബിളിന് ഓവർ ഹീറ്റിങ്ങിന് കാരണമാകും. ദ ലെങ്ത് ഓഫ് ദ കേബിൾ ഹാസ് കൺസിഡറബിൾ എഫക്റ്റ് ഓൺ ദ സൈസ് ടു ബി യൂസ്ഡ്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡറബിൾ എഫക്റ്റ് ഉണ്ട് സൈസ് ടു ബി യൂസ്ഡ്. പിന്നെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അപ്രോക്സിമേറ്റ്ലി 4 volt ഉണ്ടാകും വിത്ത് ഓൾ കണക്ഷൻസ് ക്ലീൻ ആൻഡ് ടൈറ്റ്. ഓക്കെ, എല്ലാ കണക്ഷൻസും ക്ലീൻ ആൻഡ് ടൈറ്റ് ആയിരിക്കണം. എങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 4 volt ഉണ്ടാകും. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത്
പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു പോവാം. ഇതെന്ന് പറയുന്ന കേബിളിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, ഇത് ആ കേബിളിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് ആംബിയർ ആണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇപ്പോൾ 24 നിന്ന് 3 ഇവിടെ ഡിഫറൻസ്, പിന്നെ 2 കുറഞ്ഞ്, പിന്നെ 1 കുറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, 24, 23, 19, 18, 600 നിന്ന് 100 കുറഞ്ഞ് 500, 400, 300. ഓക്കെ, പിന്നെ ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണെന്ന് പറയുന്നത് 0 to 15, 15 to 30, 30 to 75. 600ൻ്റെ 600 അടുത്തതിൽ 600 തന്നെയാണ്. പിന്നെ 200 കുറഞ്ഞ് 400. 500ൻ്റെ കേസിൽ 100 പറയുന്നത്, ഇവിടെ 100 കുറഞ്ഞു. ഓക്കെ, 400, 50 കുറഞ്ഞ്, ഇവിടെ 50 കുറഞ്ഞു. 300ൻ്റെ കേസിലും 600ൻ്റെ കേസിലും സെയിം തന്നെ, 300, 300, പിന്നെ ഒരു 200. പിന്നെ അവസാനത്തെ വാല്യൂ പഠിച്ചു വെച്ചേക്കുക, 125, 100, 75. അപ്പോൾ നമ്മൾ ഇത്രയും വാല്യൂ പഠിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒരു ജസ്റ്റ് ഈ ടേബിളൊക്കെ പഠിക്കാൻ നേരത്ത് നമ്മുടെ ഒരു ലോജിക് ഉണ്ടല്ലോ, ആ ഒരു ഇത് വെച്ച് പഠിച്ചേക്കുക. പിന്നെ ഇത്രയും പോർഷനാണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മിസ്സലേനിയസ് ആയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്ത് അതിൽ ഇലക്ട്രോഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്പെക്ഷൻ നോക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ പക്ഷേ ഭാഗ്യത്തിന് ഈ സാധനങ്ങളൊന്നുമില്ല പുതിയ NSQF ലെവൽ 5. ഓക്കെ, ഇപ്പം വെൽഡിങ് ഡിഫക്റ്റിൻ്റെ കാര്യങ്ങൾ തന്നെ വളരെ ചെറുതായിട്ടൊരു മൂലക്ക് ഇതേപോലെ കൊടുത്തിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് മാത്രമാണ് എനിക്ക് കിട്ടുന്ന കയ്യടി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.